മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. യോഗി ആദിത്യനാഥിന്റെ കണ്ടകശനി യു പിയിൽ തുടങ്ങുന്നത് ഓം പ്രകാശ് രാജ്ഭറിലൂടെ എന്ന് വേണം പറയാൻ. രാജ്ഭർ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള സുഹൽദേവ് ഭാരതീയ സമാജ്വാദ് പാർട്ടി അത്യാവശ്യം നല്ല ശക്തി കേന്ദ്രങ്ങളുള്ള വോട്ട് ബാങ്കുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഓം പ്രകാശ് രാജ്ഭർ എന്ന് BJP-യുമായി പിണങ്ങി മാറി നിന്ന് സ്വതന്ത്രനായോ അന്നു മുതൽ തുടങ്ങിയിട്ടുണ്ട് യോഗി ആദിത്യനാഥിന് പണികൾ ലഭിച്ചുകൊണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ വർഗീയ മുഖം വലിച്ചെറിയണമെന്ന് പറഞ്ഞ് പരസ്യമായി പ്രചരണം നടത്തുന്ന ഒരാളാണ് ഓം പ്രകാശ് രാജ്ഭർ. BJP-യുമായി സഖ്യം കൂടിയതിന് ശേഷം മന്ത്രിയായിരിക്കെ യോഗി ആദിത്യനാഥിൻ്റെ വർഗീയ മുഖത്തെ പരസ്യമായി വലിച്ചെറിഞ്ഞ ഒരാളാണ് ഓം പ്രകാശ് രാജ്ഭർ. രാജ്ഭർ ഇപ്പോൾ പറയുന്നു BJP നേതാക്കന്മാരെ പരസ്യമായി എവിടെ കണ്ടു കഴിഞ്ഞാലും ചെരുപ്പൂരി മുഖത്തേക്ക് അടിക്കണം എന്ന്. കൂടെ നിന്നവനെ രാപ്പനി അറിയൂ എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് ഓം പ്രകാശ് രാജ്ഭർ ഇപ്പോൾ വിളിച്ചു പറയുന്നുള്ളത്. വർഗീയ വിഷം ചീന്തുന്ന BJP നേതാക്കന്മാരെ മറ്റുള്ള നേതാക്കന്മാരെയൊക്കെ പരസ്യമായി കത്തിക്കണമെന്ന് പറഞ്ഞ ഒരാളും കൂടിയാണ് രാജ്ഭർ. ആ രാജ്ഭർ പരസ്യമായി ഇങ്ങനെ തുറന്നടിക്കുമ്പോൾ യോഗി ആദിത്യനാഥിനുള്ള തിരിച്ചടി എന്ന് പറയുന്നത് കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇങ്ങനെ പരസ്യമായി വിളിച്ചു പറയുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്താണ് BJP എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയും. ഓം പ്രകാശ് രാജ്ഭർ ഇപ്പോൾ പറയുന്നത് തൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്നു എന്നാണ്. താൻ BJP-യിലേക്കില്ല അല്ലെങ്കിൽ BJP-യുടെ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് തൻ്റെ പാർട്ടി സ്വതന്ത്രമായി മത്സരിക്കാൻ തയ്യാറായപ്പോൾ പോലും തൻ്റെ ഫോട്ടോ വെച്ച് തൻ്റെ പേര് പറഞ്ഞ് പലയിടങ്ങളിലും BJP തങ്ങളുടെയും മറ്റുള്ളവരുടെയും വോട്ട് പിടിക്കുന്നു എന്നുള്ള വലിയ ആരോപണമാണ് ഓം പ്രകാശ് രാജ്ഭർ മുന്നോട്ട് വെക്കുന്നുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, യോഗി ആദിത്യനാഥിനെയും കൊണ്ട് ഈ ഓം പ്രകാശ് രാജ്ഭർ UP വിടുകയുള്ളൂ എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ്. കാരണം ഓം പ്രകാശ് രാജ്ഭർ ഇപ്പോൾ ശക്തമായി തിരിച്ചടിക്കുന്നത് BJP-ക്കെതിരെ തന്നെയാണ്. തൻ്റെ വോട്ട് ബാങ്കുകളെയൊക്കെ സ്വതന്ത്രമാക്കി നിർത്തിക്കൊണ്ട് BJP-ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഓം പ്രകാശ് രാജ്ഭർ യോഗി ആദിത്യനാഥിനെ എന്തുകൊണ്ടാണ് ശക്തമായി എതിർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥിൻ്റെ വർഗീയ മുഖത്തെ വലിയ രീതിയിൽ എതിർക്കുന്നു എന്ന് വേണം പറയാൻ. വർഗീയ മുഖം എന്ന് പറയുമ്പോൾ പലയിടങ്ങളിലും ദളിത് മുസ്ലിം വേട്ടകൾ ഉണ്ടായപ്പോൾ യോഗി ആദിത്യനാഥിനെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ച ഒരു നേതാവാണ് രാജ്ഭർ മറ്റൊരാവശ്യവും കൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചിരുന്നു. 2 സീറ്റുകൾ തനിക്ക് വേണമെന്ന്. പക്ഷെ 1 സീറ്റ് നൽകാമെന്ന് പറഞ്ഞു. അതിൽ തൃപ്തിയായിരുന്നു. പക്ഷെ BJP പറഞ്ഞു 1 സീറ്റ് നൽകുകയാണെങ്കിൽ പോലും ആ 1 സീറ്റിൽ BJP-യുടെ ചിഹ്നത്തിലെ മത്സരിക്കാൻ പാടുള്ളൂ എന്നാണ് രാജ്ഭറിനോട് ആവശ്യപ്പെട്ടത്. ഇത് തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് രാജ്ഭർ തന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ച് യോഗി ആദിത്യനാഥിനെതിരെ ഒരു പടയൊരുക്കം നടത്തിയിട്ടുള്ളത്. എന്തായാലും കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞതുപോലെ യോഗി ആദിത്യനാഥിന്റെ അവസ്ഥ ഇത്തിരി മോശമാണ് നിലവിൽ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.